ഹലോ ഗായ്സ്, എല്ലാവർക്കും കല്ലൂസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഈ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നന്മകൾ മാത്രം സംഭവിക്കട്ടെ, ഒപ്പം എനിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാടധികം പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ബ്ലോഗ് വീഡിയോ ആണിത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരുപാടധികം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് UAE-ലാണ് കേട്ടോ. UAE ഷാർജയിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കുകയാണ്, ഞാനും എൻ്റെ കുട്ടിയും. അപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് കണ്ണൂരാണ്, കണ്ണൂർ പയ്യന്നൂർ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് 2-3 സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. ആ സ്ഥലങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിലത്തെ പുതിയ വ്യൂവേഴ്സിനോടാണ്. നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോനെ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓൾ നോട്ടിഫിക്കേഷനിൽ ഇടാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ദുബായിൽ തന്നെ ബർദുബായിലേക്കാണ്. ബർദുബായി എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ മനോഹരമായ ഒരുപാടധികം കാഴ്ചകൾ കാണാനുണ്ട്. ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും, ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ദുബായിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനും മോളും ഏട്ടനൊക്കെ എഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഓൾറെഡി രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയും നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണേട്ടനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കുഞ്ഞിക്കുട്ടി എൻ്റെ മോളാണ്, കല്യാണിക്കുട്ടി എന്നാണ് കേട്ടോ മോളുടെ പേര്. നമ്മൾ വീട്ടിൽ വിളിക്കുക കല്ലൂസ് എന്നാണ്. അപ്പോൾ മോളുടെ പേരിൽ നിന്നാണ് എൻ്റെ ചാനലിൻ്റെ ആ ഒരു പേര് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം എൻ്റെ ചാനലിൻ്റെ പേര് ഉണ്ടായിരുന്നത് പച്ചമുളക് എന്നായിരുന്നു. പിന്നീട് മോൾക്ക് പേരൊക്കെ ഇട്ടതിന് ശേഷം കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എന്ന് പറയുന്നത് ഞാനും മോളും തകൃതിയായിട്ട് ദുബായിലേക്ക് പോകാനുള്ള ആ ഒരു റെഡി ആയിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പം മോളെ ഒരുക്കി കഴിഞ്ഞാൽ 3/4 പണി എൻ്റെ ഒരുങ്ങി കഴിയും. അപ്പോൾ മോളെ ഒരുക്കി ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെഡി ആവാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി പുറത്ത് പോകാനും ഒപ്പം തന്നെ റെഡി ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് കൊണ്ടുവന്ന് ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റെഡി ആവാമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 8 മണിയോ 8:30 ആകുമ്പോഴേക്കെങ്കിലും റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങണം. എന്നിട്ട് ഏകദേശം ഒരു 10 മണി 10:30 ആകുമ്പോഴേക്കെങ്കിലും ദുബായിലേക്ക് എത്തണം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് നമുക്ക് ഉള്ളത്. കാരണം വെച്ചാൽ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇച്ചിരി നേരത്തെ എത്തേണ്ട സ്ഥലമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ മോളെ ഒരുക്കാം. അപ്പോൾ മോക്കാണെങ്കിൽ പൊട്ടിടാനും കൺമഷി ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പെഷ്യലി പെൺകുട്ടിയാണല്ലോ, അപ്പോൾ അവളെക്കാട്ടി ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അവളെ റെഡിയാക്കി സിമ്പിളായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് അവളെ അവിടെ ഇട്ടിട്ടുണ്ട്. അവൾ കളിക്കുന്നതാണ് കേട്ടോ ഹാപ്പി ആയിട്ട്. അപ്പം ഞാനും പെട്ടെന്നൊന്ന് ഒരുങ്ങിയിട്ട് വരട്ടെ. അപ്പം ഞാനും ഇതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാനും വളരെ സിമ്പിളായിട്ട് ഒരുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരുങ്ങുന്നൊക്കെ വീഡിയോയിൽ പകർത്താൻ നോക്കിക്കഴിഞ്ഞാൽ മണിക്കൂറോളം വീഡിയോ ഇടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനൊന്നും വലിയ മെനക്കെട്ടിട്ടൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റൂമിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം. ഏകദേശം നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് തന്നെ 8:30 ഉടനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കണ്ണേട്ടൻ. അപ്പം ഞാനും മോളും ഏട്ടനും ഇതാ റൂമിൽ നിന്ന് ലിഫ്റ്റ് വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിലേക്കാണ്. ഇന്ന് നമ്മളെ യാത്ര ബസ്സിലാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഒരു ബസ്സിലൊന്നുമല്ല, നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ പോകുന്നത് എന്താ ഇത്ര വലിയ പ്രത്യേകത നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരുപാടധികം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. ഒപ്പം എന്നെ പോലെ തന്നെ എൻ്റെ മോളും ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇന്ന് പോകുന്ന പല ഇടങ്ങളും നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഞാൻ എന്ന് പറയുന്നത് ഞാനും എൻ്റെ മോളും. എൻ്റെ ഹസ്ബൻഡ് പല തവണയായിട്ട് ഇതൊക്കെ പോയിട്ടും കണ്ടിട്ടും കയറിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു സമയം
മുന്നോട്ട് നടന്നാൽ നമ്മുടെ സിഗ്നലിലെത്തി. സിഗ്നൽ പാസ് ചെയ്തത് തൊട്ടടുത്താണ് നമുക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിത് സിഗ്നലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നടന്നിട്ട് ഇന്ന് സിഗ്നൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഏരിയ ആണ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിതിപ്പോൾ സിഗ്നലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സിഗ്നൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റിങ്ങിന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിഗ്നൽ കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഏരിയനെ പൊതുവെ പറയുന്നത് കിങ് ഫൈസൽ സ്ട്രീറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ പെട്ടെന്ന് തന്നെ 308 നമ്പർ ബസ്സിലേക്ക് നമ്മൾ കാർഡൊക്കെ പഞ്ച് ചെയ്ത് റീചാർജബിൾ ആയിട്ടുള്ള ബസ്സിലേക്ക് കൊടുക്കാനുള്ള റീചാർജബിൾ ആയിട്ടുള്ള കാർഡ് ഉണ്ട്. അത് കയറുന്ന എത്ര പേരാണോ അത്ര പേർക്കുള്ള കാർഡുകൾ കയ്യിൽ കരുതണം. അപ്പോൾ അത് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള കാർഡ് ആയിക്കോട്ടെ. ആ കാർഡ് പഞ്ച് ചെയ്ത് നമ്മൾ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കയറുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സീറ്റ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മുകളിലേക്ക് കയറുന്ന സമയത്തേക്ക് അത് ഫുൾ കാലിയായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഫ്രണ്ട് വ്യൂ കിട്ടി. ഫ്രണ്ട് സീറ്റിൽ ആദ്യത്തെ 3 റോയിൽ നമ്മൾ ഇരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് പറയുന്നത് കേട്ടോ. ഫുൾ സൂമഡ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. എക്സ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലടിച്ചിരിക്കും. ആ ഒരു ത്രില്ലും ഹാപ്പിനെസ്സും എൻ്റെ ഈ ഒരു യാത്രയിലുടനീളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും എൻ്റെ മോളും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത്. ഓരോ കാഴ്ചകളും കണ്ണിന് ഇമവെട്ടുന്ന പല കാഴ്ചകളും വ്യത്യസ്തമായ സ്ഥലങ്ങളും കണ്ട് ഉള്ളൊരു യാത്ര തന്നെയാണിത്. അപ്പോൾ ഏട്ടനൊക്കെ എന്ന് പറയുന്നത് ഇതൊന്നൊരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം ഒന്നും ആയിരിക്കില്ലല്ലോ. ഓൾറെഡി കുറേ വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. അതുകൊണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ ഒരു സന്തോഷം ഏട്ടന് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ യാത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനും മോളെന്ന് പറയുന്നത് തകൃതിയായ വർത്തമാനത്തിലാണ്. ഒപ്പം തന്നെ ഇടയ്ക്ക് അച്ഛൻ്റെ അടുക്കൊക്കെ പോയിട്ട് ഓരോ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓളെ കണ്ണിൽ മൊത്തം ഭയങ്കര ത്രില്ലടിക്കുക ഭയങ്കര കൗതുകങ്ങളാണ്. പല കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. സിഗ്നലൊക്കെ കാണുന്ന സമയത്ത് കുറേ വാഹനങ്ങൾ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. അത് സൂമഡായിട്ട് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കെന്ന് പറയുന്നത് ഭയങ്കര കൗതുകമല്ലേ. അപ്പോൾ അവൾ ഇതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഒരുപാട് മരങ്ങളൊക്കെ നിരനിരകളായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയ ഫുട്പാത്ത് ഏരിയകൾ, വെറുതെയൊക്കെ കിടക്കുന്ന ഏരിയകളിൽ പോലും ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് റോഡിന് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഒപ്പം തന്നെ വ്യത്യസ്തമായ ഉയരങ്ങൾ കീഴ്പ്പെടുത്തുന്ന വ്യത്യസ്തമായ ബിൽഡിങ്ങുകൾ, അപ്പം തന്നെ ശൂന്യമായി പരന്ന് കിടക്കുന്ന ഒരുപാടധികം പറമ്പുകൾ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു എൻ്റെ ഈ ഒരു ഫസ്റ്റ് ടൈം ഈ ഡബിൾ ഡെക്കർ ബസ്സിലുള്ള യാത്ര എന്ന് പറയുന്നത്. മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ദുബായിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദുബായിൽ തന്നെ ബർദുബായ് എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ് നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് ഓൾറെഡി ഞാൻ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർദുബായിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 3/4 മണിക്കൂറിൻ്റെ ദൂരമാണ് ഷാർജയിൽ നിന്നുള്ളത്. അത് ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ, ട്രാഫിക്ക് വരുന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് പിടിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം നമ്മൾ വിചാരിച്ച ആ ഒരു സമയം കൊണ്ട് തന്നെ റെഡിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഓരോ കാര്യങ്ങളിൽ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് വണ്ടിയിൽ നിന്ന് ഇതൊക്കെ ഇളക്കി പൊരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കളിച്ചു. അപ്പം പുള്ളിക്കത്തിക്ക് വെച്ചാൽ യാത്രയുടെ ഉടൻ തന്നെ പൊതുവെ ഛർദിയൊക്കെ ഉള്ളതാണ്. എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഛർദിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് അവിടെ എത്തുന്നവരെയും പുള്ളിക്കാർ ഛർദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുമല്ല വലിയ കുലുക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാർക്ക് അങ്ങനത്തെ അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ബസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അബുഹയിലാണ്. ദുബായിലെ അബുഹയിൽ മെട്രോ സ്റ്റേഷനാണ് ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടത്തേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടുന്ന് മെട്രോ ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ ബർദുബായിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ഈ ബസ് ബർദുബായിലേക്ക് പോകുന്നില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാടധികം ഫസ്റ്റ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. ഒപ്പം തന്നെ ഞാൻ ലൈഫിൽ ഇതുവരെയായിട്ടും മെട്രോ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മെട്രോ ട്രെയിനിൻ്റെ അകത്ത് കയറാൻ പോവുകയാണ്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് തന്നെയാണ്. അപ്പം മാക്സിമം എൻജോയ് ചെയ്ത് ഞാനിത് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ദുബായിലുള്ള കോർണിഷ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഇപ്പം ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ എത്തുന്നവരെ നമ്മുടെ ബസ്സിൻ്റെ മുകളിലെ സെക്ഷനിലേക്ക് ഒരാൾ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ 3 പേരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബസ് ഇപ്പം അബുഹൈൽ എന്ന് പറയുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ദുബായിൽ അബുഹൈൽ മെട്രോ സ്റ്റേഷൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബസ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആ ഒരു ഏരിയയിലേക്ക് കൂടിയാണ് ഇപ്പം ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് നമ്മളെ ലൈഫിലുണ്ടാകുന്ന ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കില്ലേ. ആ ഒരു ഹാപ്പിനെസ് മോഡിൽ തന്നെയാട്ടോ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തവണ ഡബിൾ ഡെക്കർ ബസ്സിലും അതുപോലെ തന്നെ ഒരുപാട് തവണ മെട്രോ ട്രെയിനിലൊക്കെ കയറിയ ആൾക്കാർക്ക് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മളെ ലൈഫിൽ ഏത് കാര്യമായിക്കോട്ടെ നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് നമുക്ക് പറയുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ടെൻഡൻസി എനിക്കും ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറേ സമയം പലരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഹാപ്പിനെസ്സോടെയാണ് ഞാൻ ഈ ഒരു യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഏകദേശം അബുഹൈൽ മെട്രോ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. ആരുമില്ല കേട്ടോ, ബസ്സിലോടൊന്നും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ ആ ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു ആൾ മാത്രം ജസ്റ്റ് ഓൺ ബസ്സിൻ്റെ മുകളിലെ സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബസ് മൂവ് ചെയ്ത് ലാസ്റ്റ് സ്റ്റോപ്പായ അബുഹൈൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് കൊണ്ട് നിർത്താൻ പോവുകയാണ്. ഇതാ നിർത്തി. അപ്പോൾ നമ്മളിതാ വേഗം തന്നെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഇച്ചിരി തിരക്കിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആളും തിരക്കില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് മെട്രോ പിടിക്കാൻ പോകണമല്ലോ, അതുകൊണ്ട് ഇച്ചിരി തിരക്കിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ബസ് അതാണ്. ബസ് ഓടിച്ച ഡ്രൈവറായിട്ട് ഇതിൽ നടക്കുന്നുണ്ടായത്. അപ്പോൾ ബൈ അബുഹൈൽ. നമ്മളിനി ഈ ഒരു സ്റ്റേഷൻ ഏരിയയിൽ നിന്നായിരിക്കില്ല ബസ് കയറുന്നുണ്ടാവുക തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ബൈ അബുഹൈൽ. നമ്മളിപ്പോൾ മെട്രോയിൻ്റെ ആ ഒരു മെട്രോ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അബുഹൈൽ മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളില്ലത് കേട്ടോ. അപ്പം മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ വൃത്തി കിട്ടുന്നുണ്ട്. നമ്മൾ വന്നിട്ടുള്ള ബസ് എവിടെയും പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കയറാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുകയാണ് കേട്ടോ. ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ കയറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കണം. അതിന് വേണ്ടിയിട്ട് കയറുന്ന സ്ഥലത്ത് തന്നെ വലതുവശത്തെ റൂട്ട് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം വേണ്ടത് ബർദുബായിലേക്കാണ് നമുക്ക് ട്രെയിൻ പിടിച്ച് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ റൂട്ട് മാപ്പിൽ നോക്കുന്ന സമയത്ത് ഗ്രീക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനാണ് റൂട്ട് മാപ്പ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ബസ്സിലേക്ക് കയറുന്ന സമയത്തേക്ക് ഒരു കാർഡ് പഞ്ച് ചെയ്തിട്ടാണല്ലോ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായത്. അതുപോലെ തന്നെയാണ് മെട്രോ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ അകത്ത് നമ്മൾ റീചാർജബിൾ ആയിട്ടുള്ള പിന്നെ നമ്മുടെ കാർഡ് പഞ്ച് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത് പഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ. അത് പഞ്ച് ചെയ്ത് നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീക്ക് എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരും. അതുവരെ നമ്മൾ ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മുകളിലത്തെ സെക്ഷനിൽ എത്തിയതിനു ശേഷം മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം ഓടിക്കളിക്കുക അതൊക്കെ ചെയ്തോടെ അച്ഛനിട്ട് കുറേ ഓടിപ്പിച്ചു. അവസാനം പിന്നെ നമ്മൾ മുറുക്ക കയ്യിൽ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഓടാൻ വേണ്ടിയിട്ട് വിടാതെ മുറുക്ക പിടിച്ചിട്ടേ ഉള്ളത്. ഏകദേശം ട്രെയിൻ വരാനായിട്ടുണ്ട്. ട്രെയിൻ വരുന്ന സമയത്ത് പിന്നെ മോള് കൂട്ടത്തിൽ ഓടേണ്ടി വരും. അതുകൊണ്ട് തന്നെ മോളെ മുറുക്ക പിടിച്ചിട്ടേ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ അബുഹൈൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ പോകുന്നത് പറയുന്നത് ബർദുബായിലുള്ള അൽ ഗുബൈബ മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനുള്ള ട്രെയിൻ ഇതാ വരുന്നുണ്ട്. അവിടെ ഗ്രീൻ സിഗ്നലൊക്കെ കത്തി. അപ്പോൾ നമ്മളിതാ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ട്രെയിനിൽ കയറുന്ന സമയത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കയറിയ സമയത്ത് തന്നെ കുട്ടീനെ കൊണ്ട് കയറുന്ന സമയത്ത് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് ഫില്ലഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുട്ടീനെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇരുന്ന സീറ്റിൽ ഒരു ഏട്ടനുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ സീറ്റ് എനിക്ക് ഒഴിഞ്ഞ് തന്നു. അതുകൊണ്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും കുറച്ച് ദൂരം കൂടി പോകുന്ന സമയത്തേക്ക് തണ്ണേട്ടനും കൂടി സീറ്റ് കിട്ടി. അടുത്തുണ്ടായിരുന്ന വേറൊരു ഏട്ടനും കൂടി എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ ഏട്ടന് സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു മെട്രോ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുള്ള എക്സ്പീരിയൻസും എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈമാണ്, എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. മോക്ക് മൊത്തം കൗതുകമായിരുന്നു. പക്ഷേ അനക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. നോർമലി ഒരു റൂമിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്, ഇപ്പം നമ്മുടെ തീവണ്ടിക്കകത്ത് യാത്ര ചെയ്യാൻ ഏതാൾക്ക് ഈ ഇങ്ങനെയുള്ള ട്രെയിനിൻ്റെ അകത്ത് യാത്ര ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ആ സ്റ്റേഷൻ്റെ പേര്, ആ സ്റ്റേഷന് എത്ര ദൂരമുണ്ട്, വീണ്ടും നിർത്തിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സമയത്തേക്ക് വീണ്ടും അടുത്ത സ്റ്റേഷൻ ഏതാ ഒക്കെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ പൊതുവേ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങനെ ട്രെയിനിനൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ്. ഒരുപാട് തവണ ട്രെയിനിന് പോയിട്ടുണ്ട്, പക്ഷേ ട്രെയിനിനൊക്കെ ഒറ്റയ്ക്ക് പോകാനൊക്കെ എനിക്ക് ഇച്ചിരി പേടിയില്ല കൂട്ടത്തിൽ അത് ഞാൻ കേട്ടോ. അപ്പം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളിതാ പിന്നെ അൽ ഖുബൈബ മെട്രോ സ്റ്റേഷനിൽ എത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അൽ ഖുബൈബ മെട്രോ സ്റ്റേഷനിൽ പുറത്തേക്ക് പോകാനുള്ള വഴിയിലേക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തുള്ള വീഡിയോ നമുക്ക് കയറുന്ന സമയത്ത് പകർത്താൻ പറ്റിയിട്ടില്ല, അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്തും പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിന് പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാർഡൊന്ന് പഞ്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ പുറത്തേക്കുള്ള വഴിയിലേക്കുള്ള ആ ഗേറ്റ് ഓപ്പൺ ആക്കി കിട്ടത്തുള്ളൂ. അപ്പം മോളിങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും ഉണ്ടാവുമല്ലോ കുട്ടിക്ക്. അപ്പോൾ അവൾ ചുമ്മാ അതിലേലും പോയി നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ മുറുക്ക കൈ പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഓക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കാർഡ് പഞ്ചിങ്ങൊക്കെ കഴിഞ്ഞിതാ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ അൽ ഖുബൈബ മെട്രോ സ്റ്റേഷനിൽ ഇതാ പുറത്തേക്ക് കിടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ബർദുബായ് എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇടതുവശത്ത് നല്ല അടിപൊളി ഒരു പാർക്കാണ് ഇല്ല കേട്ടോ. സൂപ്പറായിരുന്നു ആ പാർക്ക്. അപ്പോൾ ആ പാർക്ക് ഏരിയയിൽ നമ്മൾ ഇപ്പം വലതുവശത്തേക്ക് റോഡ് പാസ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ബർദുബായിലെ ബാങ്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അപ്പോൾ അൽ ഖുബൈബ മെട്രോ സ്റ്റേഷൻ ഈ പറയുന്ന നമ്മുടെ ബാങ്ക് സ്ട്രീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏരിയ ആണ് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാൽനട യാത്രയുടെ ദൂരം മാത്രമേ, ഇത് അത്ര അടുത്താണ് ഈ ഒരു ഏരിയകളെല്ലാം തന്നെ. അപ്പോൾ നമ്മളിപ്പം ബർദുബായിൽ മനോഹരമായ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ബർദുബായിലുള്ള മീന ബസാറിലുള്ള ഒരു ശിവ കൃഷ്ണ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ യാത്ര. അപ്പോൾ ബർദുബായിലുള്ള ശിവ കൃഷ്ണ ടെമ്പിളിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് എല്ലാവർക്കും പോവാം. എന്നെ സംബന്ധിച്ചിടത്തോളം UAE വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ടെമ്പിൾ കാണാൻ പോകുന്നത്, ക്ഷേത്രം കാണാൻ പോകുന്നത്. എന്നെയും എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ വീഡിയോയിൽ ഉടനീളം നിങ്ങൾക്കും കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുന്നോട്ടും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ ബർദുബായിലുള്ള മീന ബസാർ എന്ന് പറഞ്ഞ ഏരിയയിലുള്ള ശിവകൃഷ്ണ ടെമ്പിളിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത്. കയറുന്ന സമയത്ത് തന്നെ നല്ല വുഡിൽ ചെയ്തിട്ട് വലിയൊരു ആർച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ ഭയങ്കര കൗതുകകരമായിട്ടുള്ള കുറേ അധികം വസ്തുക്കൾ വെക്കുന്ന കടകളാണ് കാണാൻ കഴിയുന്നത്. പൂജാ സാധനങ്ങൾ വെക്കുന്ന, അതുപോലെ തുണിത്തരങ്ങൾ വെക്കുന്ന, കരകൗശല വസ്തുക്കൾ വെക്കുന്ന, ഫുഡ് വെക്കുന്ന, അതുപോലെ തന്നെ പുഷ്പങ്ങൾ വെക്കുന്ന, പക്ഷികൾ വെക്കുന്ന എന്ന് വേണ്ട എല്ലാ ഐറ്റംസും വെക്കുന്ന വ്യത്യസ്തമായ ഷോപ്പുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാടധികം ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം ഒപ്പം തന്നെ എൻ്റെ ഒരു ഇതുമാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ പോയ സമയത്ത് ഞാൻ ഇന്ത്യയിലാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഇന്ത്യൻസിനെ എനിക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്, എക്സ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസിനെ. അതിനൊരു കാരണം എന്ന് പറയുന്നത് ബർദുബായിലെ മീന ബസാർ ഏരിയ എന്ന് പറയുന്നത് പൊതുവെ കൂടുതലും കാണപ്പെടുന്നത് ഇന്ത്യൻസാണ്. ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യൻസിനെ കൂടുതൽ കാണപ്പെടുന്ന ഏരിയ ആണ് ഈ ഒരു മീന ബസാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ മൊത്തം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ സ്ട്രക്ചറിലാണ് ഉള്ളത് കേട്ടോ. പല കാര്യങ്ങളും കാണാൻ നമുക്ക് അവിടെ പോയ ആൾക്കാർക്ക് എന്തായാലും തോന്നും, ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു സ്റ്റൈലാണ് തോന്നുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ആസ്വദിച്ച് എല്ലാം കണ്ടാസ്വദിച്ച് തന്നെയാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത്. വരുമ്പോൾ തന്നെ നമ്മൾ പ്ലാനഡ് ആയിരുന്നു, ജസ്റ്റ് കണ്ടാടങ്ങ് ഇറങ്ങി പോകുക എന്നുള്ളത് നമുക്കൊരു യാത്രയിൽ ഒരു സുഖകരമായ കാര്യമായിരിക്കില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യത്തോട് വലിയ താല്പര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം നമ്മൾ കണ്ടാസ്വദിച്ച് തന്നെ എല്ലാം കണ്ടാസ്വദിച്ച് തന്നെ ഈ ഒരു യാത്ര ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ടൈം എടുത്ത് കണ്ടാസ്വദിച്ച് തന്നെ ഏട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ
ഒരുപാടധികം തുണിത്തരങ്ങൾ വെക്കുന്ന ഷോപ്പുകളുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ രാജ്യങ്ങളുടെ തുണിത്തരങ്ങൾ വെക്കുന്ന ഷോപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കറാച്ചി ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ അറബിക് ട്രഡീഷണൽ ഐറ്റംസ് വെക്കുന്ന ഷോപ്പുകൾ. അത് ട്രഡീഷണൽ എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസിൽ വരുന്നതോ ഇല്ലെങ്കിൽ ഗ്ലാസ് ഐറ്റംസിൽ വരുന്നതോ, അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസിലായി കഴിഞ്ഞാലും അങ്ങനെ ഏതും കോസ്മെറ്റിക്സ് ഐറ്റംസ് ആയി കഴിഞ്ഞാലും അങ്ങനെ അവരുടെ ട്രഡീഷണൽ ഐറ്റംസ് വെക്കുന്ന ഒരുപാടധികം ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഐറ്റംസ് മാത്രം കിട്ടുന്ന ധാരാളം ഷോപ്പുകൾ, അതിന് കേരള ട്രഡീഷണൽ സാരീസ് വരെ കിട്ടുന്ന ഷോപ്പുകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ എൻട്രിങ് ഏരിയ എന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ആ ദൂരം ഫീൽ ആവത്തില്ല. കാരണം വെച്ചാൽ അത്രമാത്രം കണ്ട് ആസ്വദിക്കാനുള്ള ഒരുപാടധികം കച്ചവട കേന്ദ്രങ്ങളിൽ കടന്ന് അതിൻ്റെ അകത്തൂടെ കടന്നാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എൻ്റെ മോളാണെങ്കിൽ ഓരോ സാധനം കാണുന്ന സമയത്തും കണ്ണിന് ഇമ വെട്ടുന്ന സാധനങ്ങളാണ്. ചില്ലുകളിൽ നിറച്ചിട്ടുള്ള പല വ്യത്യസ്തമായ നിറങ്ങളിലും വർണ്ണങ്ങളും കൊടുത്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്ക് ഭയങ്കര കൗതുകം. അവൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഷാറ്റൊക്കെ പിടിച്ച് കിട്ടാം. പക്ഷെ പോകാനാകുമ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ച് കൊടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ ഇടവഴികളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഇടവഴികളൊക്കെ താണ്ടി നമ്മൾ ക്ഷേത്രത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ കാണാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിരവധി സംസ്കാരത്തിലുള്ള നിരവധി ലാംഗ്വേജ് സംസാരിക്കുന്ന കച്ചവട ശാലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാടധികം ആൾക്കാർ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. കുപ്പിവളകൾ വെക്കുന്ന ഷോപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ വെക്കുന്ന ഷോപ്പുകൾ, ചെടിച്ചട്ടികളും ചെടികളും വെക്കുന്ന ഷോപ്പുകളിൽ, തുണികൾ വെക്കുന്ന ഷോപ്പുകളിൽ, അതുപോലെ തന്നെ പിന്നെ നട്ട്സ് പോലത്തെ ഐറ്റംസ് വെക്കുന്ന ഷോപ്പുകളിൽ, അങ്ങനെ എല്ലാ സാധനങ്ങൾ വിൽക്കുന്ന ഓരോ ഷോപ്പിലും മലയാളീസിനായി കഴിഞ്ഞാലും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും അങ്ങനെ പല പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ കാണുന്ന സമയത്ത് നമുക്ക് ചില സമയം തോന്നും നമ്മൾ ഇപ്പോൾ UAE-ലാണോ ഉള്ളതെന്ന് നമ്മൾ സംശയിച്ചു പോകും. അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടവഴികളിലൊക്കെ താണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു എൻട്രിങ് ഏരിയയിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് കുറച്ച് കിളികളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടല്ലോ. അവിടെ കാണുന്ന സമയത്ത് കുറേ കുഞ്ഞു കിളികളെ കാണുമ്പോൾ എൻ്റെ മോക്ക് ഭയങ്കര കൗതുകമായിട്ട്. അപ്പോൾ അവളെ കുറച്ച് സമയം അവിടെ കാണിച്ചു കൊടുത്ത് നിർത്തി. കുഞ്ഞു തത്തകളും അതുപോലെ തന്നെ ലവ് ബേർഡ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് കിട്ടുന്ന കുറേ അധികം ട്രഡീഷണൽ ഐറ്റംസ് വെക്കുന്ന കുറേ കടകൾ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ താണ്ടി ഇപ്പോൾ ഇതാ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എൻട്രിങ് ഏരിയയിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യം നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ കയറുന്ന എല്ലാവരും തന്നെ അവിടെ നിവേദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അർച്ചന നൽകാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് പൂജ ഷോപ്പുകളിൽ നിന്ന് മേടിക്കും. അപ്പോൾ നമ്മൾ ഒരു പൂജാ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഏട്ടനൊക്കെ ഇടയ്ക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്നാണ് പൂക്കളൊക്കെ വാങ്ങിക്കാറുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഷോപ്പിൽ തന്നെ കയറി. അപ്പോൾ അവിടെയുള്ള പിന്നെ ഉടമസ്ഥനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മലയാളി ആണ് കൂടെ. ഒപ്പം തന്നെ അയാളൊരു കണ്ണൂക്കാരനാണ്. അപ്പോൾ നമ്മളോട് കുറച്ച് സൗഹൃദപരമായി സംസാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിൽ കുറച്ച് വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ പറശ്ശിനിക്കട ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു പൂജാ ഷോപ്പിൽ കയറിയിട്ടുണ്ടാവുക അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ ഉള്ള എല്ലാ പൂജാ ഷോപ്പുകളിലും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് എൻട്രിങ് വഴി ഒരു ചെറിയൊരു കോണിപ്പടിയായില്ല കേട്ടോ. അത്യാവശ്യം ഇടുക്കുള്ളൊരു കോണിപ്പടിയിലോട്ട് നമ്മൾ മുകളിലേക്ക് കയറണം. അവിടെയാണ് ശിവ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ഈ വാങ്ങിച്ചിട്ടുള്ള പൂവ് നിറച്ചന ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പൂ മാത്രമല്ല അവിടെ പാല് നിവേദിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ മധുര പലഹാരങ്ങൾ, അതായത് നമ്മുടെ സ്വീറ്റ് ഐറ്റംസ് ആയിട്ടുള്ള ലഡു പോലത്തെ അങ്ങനെയുള്ള ഐറ്റംസ് നിവേദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കരിമ്പ് നിവേദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് എന്താ പറയുക ചെറിയൊരു ഭണ്ഡാരമൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ പൈസയൊക്കെ മോളെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ തിരക്കൊന്നും കയറുന്ന സമയത്ത് അവിടെ ഫീലായിട്ടൊന്നുമില്ല. നല്ല രസമായിരുന്നു. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നോർത്ത് ഇന്ത്യൻസിനെയാണ് കൂടുതൽ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേര് ഒരുമിച്ച് തൊഴുന്നതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തുള്ള വീഡിയോസ് നമുക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ ക്ഷേത്രത്തിൽ ഭണ്ണാരൊക്കെ ഉണ്ട് കേട്ടോ. തന്നെ ഭണ്ണാരുണ്ട്. നമുക്ക് പൈസ വേണമെച്ചാൽ അവിടെ ഇടാവുന്നതാണ്.
അതുപോലെ തന്നെ ഇനി ദുബായിൽ വരാനിരിക്കുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും വരുന്ന എല്ലാ ഭക്തജനങ്ങളും കൂടുതൽ ആൾക്കാർ അവിടുന്ന് നടന്ന ഫ്ലോറിൽ തന്നെ ഇരുന്നിട്ട് ശിവമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യാനാക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ അധികം തന്ത്രിമാർ സ്പെഷ്യൽ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ തന്ത്രിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോമകുണ്ടലത്തിന് മുമ്പിൽ ഇരുത്തിക്കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ പൂജ ചെയ്യും. അങ്ങനെയുള്ള സമ്പ്രദായമൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് മാക്സിമം ഭഗവാനോട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഇതേ ശിവക്ഷേത്രത്തിൻ്റെ അതേ ഒരു ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു കോണിപ്പടിയുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുനാനാക്കിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ കയറുന്ന സമയത്ത് ചില നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ ഷാള് തലയിൽ ഇങ്ങനെ പൊത്തി വെക്കണം പെണ്ണുങ്ങളെല്ലാം. ആണുങ്ങളൊക്കെയാണ് തലയിൽ കെട്ടുന്നത്. കുഞ്ഞിക്കുട്ടിക്ക് തലയിൽ കെട്ടുകൊടുക്കണം. അപ്പോൾ നമ്മൾ ഷോളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താഴെ തന്നെ ഷോളൊക്കെ എടുക്കാൻ ധാരാളം ഷോളുകളും തുണികളൊക്കെ ഇട്ടിട്ടുള്ള വലിയ കിറ്റ് ഉണ്ട് അവിടെ താഴ്ന്ന് കയറുന്ന സമയത്ത് തന്നെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് അനുയോജ്യമായി എടുത്തിട്ട് തലയിൽ ചുറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ മുകളിലേക്ക് കയറാൻ പാടില്ലൂ. അപ്പോൾ നമ്മൾ ഈ കയറുന്ന സമയത്തേക്ക് നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ശാന്ത സമാധാനമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നല്ലൊരു ഫ്ലോറായിരുന്നു. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. തല മുമ്പിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതായത് കാല് മുട്ട് രണ്ടും കുത്തിയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഉടനടി പുറത്തേക്ക് ആരും തന്നെ പോകുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ടുള്ള ഭക്തി ഗാനങ്ങൾ അവിടെ ആലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ആലാപന ഭംഗിയും കൂടി കേട്ട് ആസ്വദിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എക്സിറ്റിനും തൊട്ട് മുന്നിൽ തന്നെയാണ് എക്സിറ്റ് എന്നുള്ള ആ ഒരു ഇതിലുള്ളത്, പുറത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആ ഒരു ഫ്ലോറിൻ്റെ അകത്ത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ആവുന്നുണ്ടായിരുന്നു. നല്ലൊരു ഗന്ധവും നല്ലൊരു ഊതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദനത്തിരിയുടെ ഒക്കെ ഗന്ധം, അതുപോലെ തന്നെ നല്ല ഗാനങ്ങൾ, ഭയങ്കര ശാന്തവും സമാധാനപരമായ ഒരു ഏരിയ, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുരുനാനാക്കിൻ്റെ ഹിസ്റ്റോറിക്കലുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം പിക്ചറൈസേഷൻ അവിടെ ഫ്രെയിം വഴി എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഫ്രെയിമിലൂടെ അതൊക്കെ അവർ പിക്ചറൈസേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ മൂക്ക് കാണിച്ചു കൊടുത്ത് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പുറത്ത് ഇറങ്ങുന്ന സമയത്തേക്ക് തന്നെ നമ്മുടെ സിഖ് മതസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള അവരെ ഗുരുക്കളുടെ കുറേയധികം ഫോട്ടോസ്, അവരുടെ ജീവിത കാലഘട്ടം, മരണകാലഘട്ടം അതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വാൾ പിക്ചറൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മൂക്കും ഭയങ്കര അവിടെ നമുക്ക് മുഴുവനായി നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മൾ ഇവിടെ നേരെ പോകുന്നത് അത് ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് കേട്ടോ. അപ്പോൾ നേരെ താഴിലേക്ക് ഒരു ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് പോകാനുള്ളൊരു സ്റ്റെയർ കേസ് ഉണ്ട്. അത് ഇറങ്ങി നേരെ പോകുന്നത് ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ്. അപ്പോൾ പുറത്തെ കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ശിവക്ഷേത്രവും അതുപോലെ തന്നെ ഗുരുനാനാക്കിൻ്റെ ആ ഒരു ക്ഷേത്രം ഒക്കെ കണ്ട് ആസ്വദിച്ച് പ്രാർത്ഥിച്ചൊക്കെ താഴിലേക്ക് വരുന്ന സമയത്തേക്ക് ശ്രീകൃഷ്ണ ടെമ്പിൾ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:45 തന്നെ അവിടുത്തെ ഗേറ്റ് അടച്ച് അവിടെ പ്രവേശനം ഇല്ല. അപ്പോൾ ഇനി പിന്നെ 5 മണി വരെ നമ്മൾ വൈകുന്നേരം 5 മണി വരെയൊക്കെ കാത്ത് നിൽക്കണം ഇന്ന് അവിടത്തേക്ക് കയറണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് നടക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു ഇതിലെത്തി. അപ്പോൾ പിന്നെ നമുക്ക് ദുബായിൽ തന്നെ മറ്റൊരുപാട് കാഴ്ചകൾ കാണാൻ പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊരു തവണ വരുന്ന സമയത്ത് ഇവിടുത്തെ വീഡിയോസ് എന്തായാലും പകർത്തുന്നതായിട്ട് അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, അവിടെയും കൂടെ ഒന്ന് കാണാമായിരുന്നു എന്നൊക്കെയുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു തവണയും കൂടി വരാൻ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്തേക്ക് നല്ലൊരു മരം ഉണ്ടായിരുന്നു. ആ ഒരു കൃഷ്ണ ടെമ്പിളിൻ്റെ മുന്നിൽ തന്നെ നല്ല വലിയൊരു മരം ഉണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി തണുപ്പാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാറ്റും കൂടി ആവും നല്ലൊരു രസമായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ആ ശിവ ടെമ്പിളിൻ്റെ ഏരിയയിലൊക്കെ പോകുന്ന സമയത്തേക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻസിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് സൗത്ത് ഇന്ത്യൻസിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മോക്കാണെങ്കിൽ നല്ല രീതിയിൽ വിശന്ന് പോയിട്ട് അതെല്ലാം നമ്മുടെ ചുറ്റുപാടൊന്ന് കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ മോക്ക് നല്ല രീതിയിൽ വിശന്നൊക്കെ പോയി. അപ്പോൾ അവൾക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഫ്രൂട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ടൊക്കെ കുറച്ച് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തൊന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പം ദുബായിലെ മറ്റൊരുപാട് കാഴ്ചകൾ നമ്മുടെ വീഡിയോൻ്റെ പാർട്ട് 2 എന്തായാലും വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു.
കാണണം എന്തായാലും. അതുപോലെ തന്നെ ഇനി വരുന്ന പാർക്ക് നിങ്ങൾ എന്തായാലും മിസ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനിയും വീഡിയോസിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ബൈ.